നമസ്കാരം. ഇന്നത്തെ ദിനചര്യ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കീവിൽ നടന്ന മാരകമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ശേഷമുള്ള ദാരുണമായ സാഹചര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന വാർത്ത. തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും. നമുക്ക് നേരെ വാർത്തകളിലേക്ക് കടക്കാം. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 14 പേർ കൊല്ലപ്പെട്ടു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സാധാരണക്കാരുടെ താമസസ്ഥലങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. സമീപ ആഴ്ചകളിലെ ഏറ്റവും വലിയ സംഘർഷാവസ്ഥയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. കീവ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ തലവൻ ആക്രമണം സ്ഥിരീകരിച്ചു. റഷ്യൻ സേന നഗരത്തിന് നേരെയും പരിസര പ്രദേശങ്ങളിലും ഏകോപിതമായ വലിയ ആക്രമണം വീണ്ടും നടത്തുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ നടത്തുന്നതിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് പ്രാദേശിക അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും നഗരങ്ങളെ ബാലിസ്റ്റിക് ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. ഇന്നത്തെ ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അന്താരാഷ്ട്ര നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ തലസ്ഥാന മേഖലയിൽ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരാൻ കീവ് അധികൃതർ നിർദ്ദേശിച്ചു. വേണ്ടി ദുബായിലെ ഒരു താമസസ്ഥലത്തുണ്ടായ ദാരുണമായ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയിൽ മലയാളി ഉൾപ്പെടെയുള്ള പ്രവാസിക്ക് ദാരുണാന്ത്യം. ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച വ്യക്തിയുടെ സഹപ്രവർത്തകർ കടുത്ത ഞെട്ടലിലാണ്. അതീവ ശ്രദ്ധാലുവായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ വിയോഗം സഹപ്രവർത്തകർക്ക് വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപകരണങ്ങളുടെ പരിപാലനവും കൃത്യമായിരുന്നോ എന്ന് അധികൃതർ പരിശോധിച്ചുവരികയാണ്. പൊതുജന സുരക്ഷ മുൻനിർത്തി കെട്ടിടം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതേസമയം താമസസ്ഥലങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച പരിശോധനകൾ സിവിൽ ഡിഫൻസ് സംഘം തുടരുകയാണ്. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ സാമൂഹിക സംഘടനകൾ രംഗത്തുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരും. റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ഏജൻസിയായ യുനിസെഫ് ആവശ്യപ്പെട്ടു. നിലവിൽ തുടരുന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിൽ ശത്രുത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുട്ടികളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് യുനിസെഫ് ഓർമ്മിപ്പിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും കുട്ടികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് മുൻഗണന നൽകേണ്ടതെന്ന് യുനിസെഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. യുദ്ധത്തിൽ നേരിട്ട് പങ്കില്ലാത്തവരെയും പ്രത്യേകിച്ച് കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തമായ ചട്ടക്കൂടുകൾ അന്താരാഷ്ട്ര നിയമത്തിലുണ്ട്. അവശ്യ സേവനങ്ങളും പാർപ്പിട മേഖലകളും തകരുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കുട്ടികളാണ്. ഈ നിയമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ സംഘർഷത്തിൽ അകപ്പെട്ട പുതുതലമുറയുടെ മേൽ ഉണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുകയാണ് യുനിസെഫ് ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരുടെ മേഖലകളിൽ സൈനിക നടപടികൾ പാടില്ലെന്ന ആഗോള സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഈ ഇടപെടലിലൂടെ ഏജൻസി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നതിനിടെ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് യുനിസെഫ്. വേണ്ടി നോർത്ത് ആഫ്രിക്കൻ എൻക്ലേവായ സ്യൂട്ടയിൽ അഭയാർത്ഥികളുടെ വരവ് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്പെയിനിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് യൂറോപ്യൻ യൂണിയൻ രംഗത്ത്. തെക്കൻ അതിർത്തികളിലെ മാനുഷികവും സുരക്ഷാപരവുമായ വെല്ലുവിളികൾ നേരിടാൻ മാഡ്രിഡിനൊപ്പം നിൽക്കുമെന്ന് ബ്രസൽസിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അനധികൃത അതിർത്തി കടക്കലുകൾ തടയുന്നതിനും ട്രാൻസിറ്റ് രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സമഗ്രമായ പദ്ധതി യൂറോപ്യൻ കമ്മീഷൻ ആവിഷ്കരിച്ചതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. സ്യൂട്ടയിലെ സാഹചര്യം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. കുടിയേറ്റ മാനേജ്മെന്റിൽ കൂടുതൽ ഏകീകൃതമായ യൂറോപ്യൻ ഇടപെടൽ വേണമെന്ന് സ്പാനിഷ് അധികൃതർ ആവശ്യപ്പെട്ടു. സ്യൂട്ടയിലെ അതിർത്തി സ്പെയിനിന്റേത് മാത്രമല്ല, മുഴുവൻ ഷെങ്കൻ മേഖലയുടെയും ബാഹ്യ അതിർത്തിയാണെന്നും അതിനാൽ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും യൂറോപ്യൻ യൂണിയൻ നേതൃത്വം ഊന്നിപ്പറഞ്ഞു.
അതിർത്തി നിരീക്ഷണ സാങ്കേതികവിദ്യയ്ക്കുള്ള ഫണ്ടിംഗ് വർദ്ധിപ്പിക്കുക, അനധികൃത യാത്രകൾ തടയാൻ വടക്കേ ആഫ്രിക്കൻ പങ്കാളികളുമായി ഏകോപനം ശക്തമാക്കുക, അഭയാർത്ഥി അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നിവയാണ് നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയിലുള്ളത്. അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ തന്നെ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനും അനധികൃത പ്രവേശനം തടയാനുമാണ് യൂറോപ്യൻ യൂണിയൻ മുൻഗണന നൽകുന്നത്. വിഭവങ്ങളുടെ വിഹിതത്തെക്കുറിച്ചും പുതിയ സുരക്ഷാ നടപടികളെക്കുറിച്ചും അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാൽ ഈ ആഴ്ച മുഴുവൻ നയതന്ത്ര ചർച്ചകൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നടന്നുവരുന്ന നയതന്ത്ര ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതീക്ഷയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓഗസ്റ്റ് 5 വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ചകളുടെ നിലവിലെ പുരോഗതിയിൽ ശുഭാപ്തിവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ടെഹ്റാനിന് കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകി. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ അമേരിക്ക കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള ഊർജ്ജ വിതരണത്തിലെ നിർണായക പാതയായ ഹോർമുസ് കടലിടുക്കിൽ നിലനിൽക്കുന്ന സംഘർഷം മേഖലയിൽ സൈനിക നീക്കങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ചർച്ചകളിലൂടെ സ്ഥിരത വീണ്ടെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് കടക്കാതെ നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ കടലിടുക്ക് തുറക്കാനാണ് നിലവിൽ അമേരിക്ക ശ്രമിക്കുന്നത്. അതേസമയം കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. കൂടുതൽ വാർത്തകളുമായി ജയകൃതനൊപ്പം തുടരുക. ന്യൂജേഴ്സിയിലെ ബെഡ്മിൻസ്റ്ററിലുള്ള ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിന് പുറത്ത് വെച്ച് കാലിഫോർണിയ സ്വദേശിയായ ഒരാളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. റിപ്പബ്ലിക്കൻ നാഷണൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ധനസമാഹരണ പരിപാടി നടക്കാനിരിക്കെയാണ് സംഭവം. ബിബിസി റിപ്പോർട്ട് പ്രകാരം ഇയാളുടെ പക്കൽ നിന്ന് തോക്കുകളും വൻതോതിൽ വെടിക്കോപ്പുകളും ബോഡി ആർമറും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രാഷ്ട്രീയ പരിപാടി നടക്കാനിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് സംഭവം നടന്നതെങ്കിലും പ്രതിയുടെ ഉദ്ദേശ്യത്തെക്കുറിച്ചോ പരിപാടി ലക്ഷ്യമിട്ടാണോ ഇയാൾ എത്തിയതെന്നോ ഉള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ആർഎൻസി സമ്മേളനത്തിന് മുന്നോടിയായി വേദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫെഡറൽ, പ്രാദേശിക ഏജൻസികൾ സംയുക്തമായി സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പിടിച്ചെടുത്ത തെളിവുകൾ പരിശോധിക്കുന്നതിനിടെ പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്ക് നേരെയുണ്ടായ സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള പ്രചാരണ വേദികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പങ്കുവയ്ക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ജയകൃതനൊപ്പം തുടരുക. കാലിഫോർണിയയിലെ ഒരു ഗോൾഫ് കോഴ്സിന് സമീപം ആയുധധാരിയായ ഒരാളെ അധികൃതർ കസ്റ്റഡിയിലെടുത്തു. പ്രസിഡന്റ് ട്രംപ് ഒരു ധനസമാഹരണ പരിപാടിക്കായി എത്തുന്നതിന് തൊട്ടുമുമ്പാണ് സംഭവം. പ്രസിഡന്റിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുന്നതിനിടെയാണ് തീരപ്രദേശത്തിന് സമീപം വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ പോലീസ് പിടികൂടിയതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. സംശയിക്കപ്പെടുന്നയാളുടെ വിവരങ്ങളോ ലക്ഷ്യമോ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷണത്തിലാണെങ്കിലും അറസ്റ്റ് വേളയിൽ ഇയാളിൽ നിന്ന് തോക്ക് കണ്ടെടുത്തതായി പ്രാദേശിക പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് ഗോൾഫ് കോഴ്സിന് ചുറ്റുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നാൽ പ്രസിഡന്റിന്റെ പരിപാടികളിൽ മാറ്റമില്ലെന്ന് അധികൃതർ അറിയിച്ചു. വേദിയുടെയും അവിടെയെത്തുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സീക്രട്ട് സർവീസ് പ്രാദേശിക പോലീസുമായി ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തിവരികയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷാ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്ന സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇയാൾക്ക് പരിപാടിയെ ലക്ഷ്യമിട്ട് മുൻകൂട്ടി ആസൂത്രണം ഉണ്ടായിരുന്നോ അതോ പ്രസിഡന്റിന്റെ സന്ദർശന സമയത്ത് യാദൃച്ഛികമായി എത്തിയതാണോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേണ്ടി ഇന്നത്തെ വാർത്തകൾക്കായി ഞങ്ങളെ വിശ്വസിച്ചതിന് നന്ദി. ഈ ബുള്ളറ്റിനിലെ എല്ലാ വാർത്തകളും കൃത്യത ഉറപ്പുവരുത്താൻ പൂർണ്ണമായും പരിശോധിച്ചവയാണ്. പ്രസിദ്ധീകരിക്കും മുൻപേ സത്യം ഉറപ്പാക്കുന്നു.